ഹലോ, ഡീകോഡറിലെ ഇന്ത്യ ആൻഡ് ദ വേൾഡിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മിഥി റസ്താൻ. ശരി, നിങ്ങൾ ഭൗമരാഷ്ട്രീയം പിന്തുടരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ എന്നെ വിശ്വസിക്കൂ, ഇത് ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള വളവും തിരിവുമായിരുന്നു. ചിലപ്പോൾ ഇതിനൊപ്പം എത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നും. US ഇറാൻ യുദ്ധം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇറാനുമായി സംസാരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വളരെ നല്ലൊരു കരാർ എന്ന് വിശേഷിപ്പിച്ച ഒന്ന് രൂപീകരിക്കാൻ അവർ ശ്രമിക്കുകയാണെന്നുമാണ്. എന്നിരുന്നാലും ഇറാനിയൻ സർക്കാർ തുടക്കത്തിൽ അമേരിക്കക്കാരുമായി അത്തരമൊരു സംഭാഷണം നടന്നതായി ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ട്. പിന്നീട് ഇരുപക്ഷവും യഥാർത്ഥത്തിൽ ബന്ധപ്പെടുന്നുണ്ടെന്നും എപ്പോഴെങ്കിലും ചർച്ചകൾ നടത്താനായി ശ്രമിക്കുന്നുണ്ടെന്നും ഒന്നിലധികം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിനെല്ലാത്തിനുമിടയിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നുണ്ടെന്നും US ഇറാനിയൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഈ ആഴ്ച എപ്പോഴെങ്കിലും ഇസ്ലാമാബാദിൽ നടന്നേക്കാമെന്നും UKയിലെ ഫിനാൻഷ്യൽ ടൈംസിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സുരക്ഷ, ഈ മേഖലയുടെ സുരക്ഷ, USുമായുള്ള അതിന്റെ സ്വന്തം ബന്ധം എന്നിവയുടെ പ്രത്യാഘാതങ്ങളുടെ കാര്യത്തിൽ ഇത് ഇന്ത്യക്ക് ഒരു പുതിയ തലം തുറന്നു തരുന്നു. കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രി മോദിയുമായി ഇന്ന് ഈ മേഖലയിലെ സാഹചര്യത്തെക്കുറിച്ചും ഹോർമോസ് കടലിടുക്കിനെക്കുറിച്ചും സംസാരിച്ചുവെന്ന് ഇന്ത്യയിലെ US അംബാസിഡറിൽ നിന്ന് ഞങ്ങൾ കേട്ടു. നമ്മുടെ ഇന്ധന വിതരണം, നമ്മുടെ എണ്ണ വാതക വിതരണം എന്നിവ ഇന്ത്യയിലേക്കും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്താൻ അനുവദിക്കുന്നതിന് അത് പ്രധാനമാണ്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചുരുളഴിക്കാനുണ്ട്. കൂടാതെ ഇന്റർനെറ്റിൽ ധാരാളം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും പ്രചരിക്കുന്നുണ്ട്. പ്രൊഫസർ ആലക്സ് വാദങ്കയുമായി ഇതിനെക്കുറിച്ച് കുറച്ചൊന്ന് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹം വാഷിംഗ്ടൺ DC-യിലെ മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സീനിയർ ഫെല്ലോയാണ്. ടെഹ്റാനിൽ ജനിച്ചു, ഇപ്പോൾ തികഞ്ഞ ഒരു വാഷിംഗ്ടൺകാരനാണ്. ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി പ്രൊഫസർ വദങ്ക. എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദി, സന്തോഷം. അപ്പോൾ ആദ്യം തന്നെ ടെഹ്റാനുമായി നിങ്ങൾക്കറിയാമല്ലോ ഏതോ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം പ്രതിരോധത്തിലാണോ? അതുകൊണ്ടാണോ അദ്ദേഹം ഇത് പറഞ്ഞത്? അദ്ദേഹം പിന്മാറാനുള്ള ഒരു വഴി തേടുകയാണോ? അതല്ലെങ്കിൽ ഇന്ന് ചിലർ സൂചിപ്പിക്കുന്നത് പോലെ അദ്ദേഹം ഒരു കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ? ഇത് വെറും ഒരു ശ്രദ്ധ തിരിക്കൽ മാത്രവുമാണോ? അതെ, നോക്കൂ, ഇവിടെ വാഷിംഗ്ടൺ DC-യിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വളരെ ലളിതമായ ഒരു വിൽപ്പന തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നിലൂടെയാണ് ഡൊണാൾഡ് ട്രംപിനെ ഇറാനെ ആക്രമിക്കാൻ അടിസ്ഥാനപരമായി സമ്മതിപ്പിച്ചത് എന്ന ധാരണയാണ് കൂടുതലായി ഉണ്ടായി വരുന്നത്. ഈ ഇറാനിയൻ ഭരണം ദുർബലമാണെന്നും അതിലെ ജനങ്ങൾ അതിനെ വെറുക്കുന്നുവെന്നും അമേരിക്ക സൈനികമായി ഇടപെട്ടാൽ അത് പെട്ടെന്നുള്ള ഒരു സൈനിക വിജയമായിരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ജനങ്ങളുടെയും മിഡിൽ ഈസ്റ്റിന്റെയും അതിനപ്പുറമുള്ള ലോകത്തിന്റെയും നായകനാകുമെന്നും അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ഇതിന്റെ നയതന്ത്രപരവും ഭൗമരാഷ്ട്രീയവുമായ ഘടകത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ചിന്തിച്ചു എന്നതിന് ഒരു തെളിവുമില്ല. അദ്ദേഹം സൈനികപരമായ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാരണം ഒരു സൈനിക വിജയം പെട്ടെന്ന് ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് അദ്ദേഹം കരുതി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അടുത്തതായി എന്ത് ചെയ്യണമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ചാഞ്ചാടുകയാണ്. അദ്ദേഹത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. അത് ഭരണമാറ്റമാണോ? ഈ ഇറാനിയൻ ഭരണകൂടത്തിലെ ചില ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അതിനർത്ഥം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്നതാണ്. അലി ഖമേനി മരിച്ചാൽ മറ്റാർക്കെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്ഥിരതയുമില്ല. അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പായി അറിയാം, ഇറാനികൾ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ച് ഊർജ്ജ രംഗത്ത് കാര്യമായി ബാധിച്ചതിൽ അദ്ദേഹം അങ്ങേയറ്റം അസ്വസ്ഥനാണ്. കഴിയുന്നത്ര വേഗത്തിൽ അത് അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷെ വീണ്ടും പറയട്ടെ, അത് അദ്ദേഹമല്ല തീരുമാനിക്കേണ്ടത്. ഈ യുദ്ധം ആരംഭിച്ച സ്ഥിതിക്ക് ഇതിൽ ഇറാന് ഒരു വാക്കുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ചർച്ചകൾ നടത്താനുള്ള ഇറാന്റെ സന്നദ്ധതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കാരണം വ്യക്തമായും ഹോർമൂസ് കടലിടുക്ക് തടയുന്നതിലൂടെയോ അല്ലെങ്കിൽ നിരവധി കപ്പലുകൾ കടന്നു പോകുന്നത് അനുവദിക്കാതിരിക്കുന്നതിലൂടെയോ ഇറാനികൾക്ക് ഒരു തരത്തിൽ മുൻതൂക്കമുണ്ട്. കാരണം അപ്പോൾ എല്ലാവരും അതിന്റെ വേദന അറിയും. അവർക്ക് മുൻതൂക്കമുണ്ട്, പ്രത്യേകിച്ചും ഹോർമസ് കടലിടുക്കിൽ നിന്നുള്ള ഗതാഗതത്തിന്റെ കാര്യത്തിൽ. പക്ഷെ ഞാൻ ഇറാനായിരുന്നെങ്കിൽ ഞാൻ അമിത ആത്മവിശ്വാസം കാണിക്കില്ലായിരുന്നു. കാരണം ഇപ്പോൾ പല രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ അമേരിക്കയോടും ഇസ്രായേലിനോടും ചേരാൻ തയ്യാറല്ല. യൂറോപ്യന്മാർ, ഗൾഫ് രാജ്യങ്ങൾ. പക്ഷേ അത് മാറിയേക്കാം. ഈ യുദ്ധത്തിൽ ചേരുകയല്ലാതെ അവർക്ക് മറ്റ് മാർഗമില്ലെന്നും ഒരു രാഷ്ട്ര നിർമ്മാണ പദ്ധതി, ഒരു ഭരണമാറ്റ പദ്ധതി പോലെയുള്ള വളരെ വലിയ ഒന്നിനു വേണ്ടി പോകണമെന്നും അവർ തീരുമാനിച്ചേക്കാം.
അതുകൊണ്ട് ഇറാൻ ജാഗ്രത പാലിക്കണം. അവരങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവർ നയതന്ത്രത്തെ ഒറ്റയടിക്ക് തള്ളിക്കളയുന്നില്ല. അവർ പറയുന്നത് കഴിഞ്ഞ തവണകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയതന്ത്രത്തെക്കുറിച്ചാണ്. വ്യക്തമായും അവരുടെ കാഴ്ചപ്പാടിൽ അവർ 2 തവണ അമേരിക്കക്കാരുമായി ചർച്ച നടത്തി. ഓരോ നയതന്ത്ര ശ്രമത്തിലും അവർ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ അതാണ് അവരുടെ നിലപാട്. കൂടാതെ നിങ്ങൾക്കറിയാമോ, പലതരത്തിലും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവിടെ വിശ്വാസമില്ല എന്നത്. പക്ഷെ വീണ്ടും ഇറാനു ഈ യുദ്ധത്തിൽ എന്നേക്കുമായി തുടരാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് പിന്മാറാനുള്ള ഒരു വഴി വാഷിംഗ്ടൺ വാഗ്ദാനം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ ഈ ഭരണകൂടം അത് സ്വീകരിച്ചേക്കാം. പക്ഷേ ആ പിന്മാറ്റത്തിനുള്ള വഴി ഇന്നത്തെ നിലയിൽ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ ചോദിച്ചതിന്റെ ഒരു ഭാഗം, നമ്മൾ സംസാരിക്കുമ്പോഴും കൂടുതൽ അമേരിക്കൻ മറീനുകൾ റിപ്പോർട്ടുകൾ പറയുന്നത് ആയിരക്കണക്കിന് പേർ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന ആശങ്കയെക്കുറിച്ചായിരുന്നു. പിന്നെ ഇത് നിങ്ങൾക്കറിയാമോ, എല്ലാവരും ജാഗ്രത കൈവിടുമ്പോൾ ഒരു കരയാക്രമണം നടത്താനുള്ള ഒരു തന്ത്രമായിരിക്കാം. അവിടെ സൈനിക സാന്നിധ്യമുണ്ട്, ഖാർഗ് ദ്വീപ്. ഒരുപക്ഷെ ആ ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കാം. നിങ്ങൾക്കറിയാമോ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ നിന്നാണ് ഇറാൻ അതിന്റെ എണ്ണയുടെ ഏകദേശം 90% കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിലെ അടുത്ത വഴിത്തിരിവ് അതായിരിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? നോക്കൂ, ഈ യുദ്ധം വഷളാകുന്നതിനെ കുറിച്ച് നാം എല്ലാവരും ആശങ്കപ്പെടണമെന്ന് ഞാൻ കരുതുന്നു. കാരണം അത് കൂടുതൽ രൂക്ഷമാകാനേ സാധ്യതയുള്ളൂ. അത് ഇറാന് നല്ലതല്ല, അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് നല്ലതല്ല, ഇസ്രായേലിന് നല്ലതല്ല, പേർഷ്യൻ ഗൾഫിലെ അറബ് രാജ്യങ്ങളെ പോലുള്ള രാജ്യങ്ങൾക്കും അത് തീർച്ചയായും നല്ലതല്ല. ഇപ്പോൾ എല്ലാവരും കഷ്ടപ്പെടുകയാണ്. ഇത് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് അവിടെയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, എണ്ണവില ഒരുപാട് വർദ്ധിച്ചതുകൊണ്ട് ആളുകൾ റഷ്യയെ വിജയിയായി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അടിസ്ഥാനപരമായി ഇതെല്ലാവരും ദുരിതം അനുഭവിക്കുന്ന ഒരു യുദ്ധമാണ്. എന്നാൽ കാര്യങ്ങൾ വഷളാക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ മറീനുകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതൊരു വഷളാക്കലാകും. എന്നാൽ വീണ്ടും മനസ്സിൽ ഒരു തന്ത്രപരമായ അന്തിമ ലക്ഷ്യമില്ലാത്ത സാഹചര്യത്തിൽ ഏതാനും 1000 മറീനുകളെ ഇറാനിലേക്ക് അയക്കുന്നതിന് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? അവർക്ക് ഇറാനെ കീഴടക്കാൻ കഴിയില്ല. നിങ്ങൾ സൈനിക തന്ത്രത്തിനുമായി സംസാരിക്കുകയാണെങ്കിൽ അവർ എടുക്കും, നിങ്ങളോട് പറയും 2003 ഇറാഖിൽ അമേരിക്ക ചെയ്തത് ചെയ്യാൻ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികരെ ആവശ്യമാണെന്ന്. വീണ്ടും എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു, ഇറാൻ ഇറാഖിന്റെ 4 ഇരട്ടി വലിപ്പമുള്ളതാണ്. അതൊരു പർവ്വത പ്രദേശമാണ്. ഇറാഖ് പോലെ പരന്ന രാജ്യമല്ല. അതിനാൽ സൈനികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇറാനെ കീഴടക്കാൻ അമേരിക്കക്കാരെ ബോധ്യപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപിന് കഴിയുമെന്നതിന് ഒരു സൂചനയുമില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, മറീനുകളുടെ ഉപയോഗം ചില കാര്യങ്ങളിൽ തന്ത്രപരമായി പ്രധാനപ്പെട്ടതാകാം. ഒരുപക്ഷെ പ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്ത് ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ. എന്നാൽ പിന്നീട് അവർ എളുപ്പത്തിൽ ആക്രമിക്കാവുന്ന ലക്ഷ്യങ്ങളായി മാറും. കാരണം ഇറാനികൾ അവരെ ആക്രമിക്കും. അതിനർത്ഥം ഇറാനിയൻ മണ്ണിൽ അമേരിക്കക്കാർ മരിക്കുമെന്നാണ്. മിഡിൽ ഈസ്റ്റിൽ താൻ ഒരിക്കലും ചെയ്യില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് എല്ലാവർക്കും വാഗ്ദാനം നൽകിയതും അത് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം രാജ്യത്തെ ഒരുപക്ഷെ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ നമുക്കറിയാം അദ്ദേഹം വാക്ക് പാലിക്കുന്ന ഒരാളല്ലെന്ന്. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, വീണ്ടും ഈ വിഷയത്തിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരുപക്ഷെ ഈ സമാധാന ചർച്ചകൾ എപ്പോഴെങ്കിലും നടക്കുകയാണെങ്കിൽ അമേരിക്കക്കാർക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ ആരോടാണ് സംസാരിക്കാൻ കഴിയുക? ഏത് പാതയാണ് പിന്തുടരേണ്ടത് എന്നതിനെക്കുറിച്ച് IRGCക്കും അവിടുത്തെ സിവിലിയൻ നേതൃത്വത്തിനും ഇടയിൽ ഇറാനിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്നുള്ളത് ശരിയാണോ? നോക്കൂ, അടിസ്ഥാനപരമായി ഞാൻ ഇതിനെ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഒരു സിവിലിയൻ ഘടകമുണ്ട്. എന്നാൽ അവർ രാജ്യത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ, വൈദ്യുതി, വെള്ളം, മറ്റ് യൂട്ടിലിറ്റി സേവനങ്ങൾ എന്നിവ നടത്താനുള്ള തിരക്കിലാണ്. അമേരിക്കക്കാരുമായി ഉണ്ടാകാൻ സാധ്യതയുള്ള തന്ത്രപരവും പ്രധാനപ്പെട്ടതുമായ സംഭാഷണങ്ങൾ വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അവരല്ല. ആരാണ് അത് ചെയ്യുകയെന്ന് കാണാൻ നിങ്ങൾ റെവല്യൂഷണറി ഗാർഡുകളുടെ നിരകളിലേക്ക് നോക്കണം. അടിസ്ഥാനപരമായി അവരാണ് ഇന്ന് ഇറാന്റെ ഭരണം കൈയാളുന്ന ശക്തി. പക്ഷേ ഒരുപക്ഷെ ഇതാ ഒരു നല്ല വാർത്ത, പല കാര്യങ്ങളിലും അവർ തീവ്ര നിലപാടുകാരാണ്. അവർ അസ്വസ്ഥരാണ്, അവർക്ക് പ്രതികാരം വേണം. പക്ഷെ അവർ ആത്മഹത്യാപരമായ നിലപാടുള്ളവരല്ല. അതിനാൽ ശരിയായ സാഹചര്യങ്ങളിൽ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ അവർക്കും ജീവിക്കണം. അവർക്ക് തിരിച്ചുപോയി ആ രാജ്യം ഭരിക്കണം. അവർക്ക് പോകാൻ ഒരിടവുമില്ല. ഒരു റെവല്യൂഷണറി ഗാർഡ്സ് ജനറലിന് അഭയസ്ഥാനം ഒന്നുമില്ല. അവരെവിടെ പോകാനാണ്? ആരും അവനെ സ്വീകരിക്കില്ല. അതിനാൽ ഒരു രക്ഷാമാർഗം അന്വേഷിക്കാനും അവർക്കൊരു കാരണമുണ്ട്. വീണ്ടും ചോദ്യം ഇതാണ്, ട്രംപ് അവർക്ക് എങ്ങനെയുള്ള ഒരു വാഗ്ദാനമാണ് നൽകാൻ പോകുന്നത്? കൂടാതെ പ്രസിഡന്റ് ട്രംപ് യാഥാർത്ഥ്യബോധം കാണിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ മുൻകാലത്തെ ചില ആവശ്യങ്ങൾ വളരെ തീവ്രമായവയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം തന്റെ സമീപനം മയപ്പെടുത്തേണ്ടതുണ്ട്. ഇറാൻ പക്ഷവും അതുപോലെ തന്നെ. കാരണം നയതന്ത്രം ഫലിച്ചില്ലെങ്കിൽ
US രാജ്യങ്ങളെ മാത്രമല്ല വിഴുന്നുന്ന ഒരു യുദ്ധത്തിൽ ചെന്നുപെടുമെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇറാനും പക്ഷേ ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിലും വളരെയധികം. ലളിതമായി പറഞ്ഞാൽ ഇത് ശുദ്ധ ഭ്രാന്താണ്. പക്ഷേ പ്രൊഫസർ വത്തൻ ഖാ, എനിക്ക് നിങ്ങളോട് ഒരു അവസാന ചോദ്യം ചോദിക്കാമോ? ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ തെഹ്റാൻ എങ്ങനെയായിരിക്കും കാണുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യക്ക് പരമ്പരാഗതമായി ഇറാനുമായും മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ ഞങ്ങൾ പശ്ചിമേഷ്യ എന്ന് വിളിക്കുന്ന രാജ്യങ്ങളുമായും നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തീർച്ചയായും ഞങ്ങൾ അമേരിക്കക്കാരുമായും ഇസ്രായേലികളുമായും വളരെ അടുത്താണ്. ഇന്ത്യയിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പ്രധാനമന്ത്രി ആക്രമണങ്ങളുടെ തലേ ദിവസം ഇസ്രായേലിൽ പോയെന്നും പിന്നീട് ഇറാനുമേലുള്ള അമേരിക്കൻ ഇസ്രായേലി ആക്രമണങ്ങളെ ഞങ്ങൾ അപലപിച്ചില്ല. അതിപ്പോഴും സംഭവിച്ചിട്ടില്ല. കൂടാതെ പരമോന്നത നേതാവിന്റെ മരണത്തിൽ വൈകി അനുശോചിക്കുകയും ചെയ്തു. ഇറാനിൽ തന്നെ അത് എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇല്ല, ഔദ്യോഗിക ഇറാനിയൻ ഭാഷ്യം ഇന്ത്യയിലുള്ള നിരാശയാണെന്നതിൽ അതിശയമില്ല. പ്രത്യേകിച്ചും അമേരിക്കക്കാർ ആക്രമിച്ച തങ്ങളുടെ നാവിക കപ്പലിന്റെ കാര്യത്തിൽ ഇന്ത്യ അവരെ സഹായിക്കാൻ ഒന്നും ചെയ്തില്ലെന്ന് അവർക്ക് തോന്നി. കാരണം ഇറാനികൾ, ശരിയോ തെറ്റോ ആകട്ടെ, ഇറാനും പേർഷ്യയും ഇന്ത്യയും തമ്മിലുള്ള നാഗരിക ബന്ധങ്ങൾ എന്ന് വിളിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വേണം നിങ്ങൾ ഇതിനെ കാണാൻ. വർഷങ്ങളായി ഇറാൻ ഇന്ത്യയെ വളർന്നു വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായും വളർന്നു വരുന്ന ഒരു ശക്തിയായും കണ്ടിരുന്നു. ഇറാനികൾ തങ്ങളുടെ എല്ലാ മുട്ടകളും ചൈനയുടെ കൊട്ടയിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അവരാഗ്രഹിച്ചത്, ഉദാഹരണത്തിന് ചബഹാർ തുറമുഖത്ത് ഇറാനിൽ പങ്കാളിയാകാൻ ഇന്ത്യക്ക് ഒരു വഴി നൽകാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അത് യുക്തിസഹമായിരുന്നു. കാരണം വരും വർഷങ്ങളിലും ദശാബ്ദങ്ങളിലും ഇന്ത്യ കൂടുതൽ ശക്തമാവുകയേ ഉള്ളൂ. എന്നാൽ ഇന്നത്തെ ബന്ധങ്ങൾ അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ US-ലും ഇസ്രായേലിലും ഗൾഫ് രാജ്യങ്ങളിലും വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അടിസ്ഥാനപരമായി ഇറാനെ അത്രയധികം ശ്രദ്ധിച്ചിരുന്നില്ല. അതാണ് ഇന്നത്തെ സത്യം. അത് വീണ്ടും മാറിയേക്കാം. കാരണം ഇറാൻ അത്രയും പ്രധാനപ്പെട്ട ഒരു കരമാർഗമാണ്. എന്നെങ്കിലും ഇന്ത്യക്ക് മധ്യേഷ്യയിലോ അഫ്ഗാനിസ്ഥാനിലോ ഒരു ശക്തിയായി തിരികെ വരണമെങ്കിൽ, പാകിസ്ഥാന് ഒരു പ്രതിരോധം കണ്ടെത്തണമെങ്കിൽ വീണ്ടും ഇറാനെ ഒഴിവാക്കാൻ പ്രയാസമാണ്. പക്ഷേ പ്രധാനമന്ത്രി മോദിയുടെ നിലപാട് അതല്ലെന്ന് വ്യക്തമാണ്. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം ഇസ്രായേലികൾക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ നടുവിൽ നിങ്ങൾ ഇസ്രായേലിന് മുൻഗണന നൽകുകയാണെങ്കിൽ അത് ടെഹ്റാനുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങളെ തീർച്ചയായും സഹായിക്കില്ല. പക്ഷേ അവർ ചെയ്യേണ്ടത് ഈ ശ്രദ്ധാപൂർവമായ സന്തുലനമാണെന്ന് ഞാൻ സംശയിക്കുന്നു. അവർ എന്നേക്കുമായി ബന്ധങ്ങൾ അവസാനിപ്പിക്കുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സംശയമുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും എന്നാണ് ഞാൻ കരുതുന്നത്, ഒരുപാട് കാര്യങ്ങൾ അപകടത്തിലാകാനുണ്ട്. അവര് ബന്ധങ്ങൾ നന്നാക്കാൻ ഒരു വഴി കണ്ടെത്തും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഇത് വളരെ നേരത്തെയാണ്. പ്രൊഫസർ വാദങ്ക, ഈ വലിയ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇന്ന് ഡീകോഡറിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് താങ്കൾക്ക് ഒരുപാട് നന്ദി. എന്നെ ക്ഷണിച്ചതിന് നന്ദി. സന്തോഷം. ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനായി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഇന്ത്യയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറിയായ ശ്രീ കമൽ സിബൽ. അംബാസിഡർ സിബിൽ, ഇന്ന് ഡീകോഡറിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് താങ്കൾക്ക് വളരെ നന്ദി. കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ പുറത്തു വന്ന ഒരു വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം അറിയാനാണ്. അത് പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രി മോദിയെ ഫോണിൽ വിളിച്ചതിനെക്കുറിച്ചാണ്. US പശ്ചിമേഷ്യയിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു വെക്കുന്നതിന്റെ പ്രാധാന്യവും ഉൾപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇരു നേതാക്കളും തമ്മിൽ നടത്തുന്ന ആദ്യത്തെ സംഭാഷണവും ഇതാണെന്ന് ഞാൻ കരുതുന്നു. ഇതിനെക്കുറിച്ചും ഈ സംഭാഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ആദ്യത്തെ വിലയിരുത്തൽ എന്താണ്? ശരി, ട്രംപ് ഒരു രക്ഷാമാർഗം തേടുകയാണ്. ഇറാനുമായി ഒരുതരം ഉടമ്പടിയിൽ എത്താൻ എന്തെങ്കിലും വഴി കണ്ടെത്താനാകുമോ എന്നറിയാൻ അദ്ദേഹം വിവിധ രാജ്യങ്ങളെ പങ്കാളികളാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കറിയാമല്ലോ, പാകിസ്ഥാനിലെ ജനറൽ അസിം മുനീർ അദ്ദേഹത്തിന്റെ മധ്യസ്ഥത വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈജിപ്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, തുർക്കി ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു രക്ഷാമാർഗം കണ്ടെത്താൻ ഗൾഫ് രാജ്യങ്ങളും ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ട്രംപ് ഇറാന്റെ ഊർജാടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കാൻ മുന്നോട്ട് പോയാൽ അവർ ഇതിനകം പ്രഖ്യാപിച്ചതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജാടിസ്ഥാന സൗകര്യങ്ങൾ, അമേരിക്കൻ ആസ്തികൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ എന്നിവയെ തിരിച്ചടിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ നിശ്ചലമാക്കും. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടാനുള്ള വഴികൾ തേടുകയാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം, ഒരു വശത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് US ഹോർമോസ് കടലിടുക്ക് ഉപയോഗിക്കുന്നില്ലെന്നും അതിനാൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഒരു പ്രശ്നമല്ലെന്നുമാണ്.
അത് മറ്റു രാജ്യങ്ങളുടെ പ്രശ്നമാണ്. അതിനാൽ അവർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത് തുറന്നു വെക്കാൻ സഹായിക്കുകയും വേണം. അപ്പോൾ ഒരു വശത്ത് തനിക്ക് പ്രശ്നമില്ലെന്ന് അദ്ദേഹം പറയുന്നു, മറുവശത്ത് ഇറാനുമേൽ ഒരുതരം സമ്മർദ്ദം ചെലുത്തുന്നതിൽ മറ്റെല്ലാവരും പങ്കുചേരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വസ്തുത എന്തെന്നാൽ ഞങ്ങൾ ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിക്കുന്നതിന് മുൻപുള്ള ഞങ്ങളുടെ സ്വന്തം പ്രസ്താവനകളിലും പറഞ്ഞിരുന്നത് ഹോർമൂസ് കടലിടുക്ക് തുറന്നു വെക്കണമെന്നും വാണിജ്യ ഗതാഗതം തടസ്സപ്പെടരുതെന്നുമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കാരണം ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു വെക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ ചൈന, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ 1-2 രാജ്യങ്ങൾക്കായി ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. തീർച്ചയായും മുമ്പത്തെ പോലെ അത്ര സുഗമമായിട്ടല്ലെങ്കിലും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ അറിയിപ്പ് എന്തെന്നാൽ ഇസ്രായേലി അമേരിക്കൻ കപ്പലുകളെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അവർ അനുവദിക്കില്ല എന്നതാണ്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ ഇറാനികൾ വളരെ ബുദ്ധിപരവും നന്നായി ആസൂത്രണം ചെയ്തതുമായ ഒരു സംഘർഷം വർദ്ധിപ്പിക്കുന്ന കളി കളിക്കുകയാണ്. അതിലവർ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നില്ല, അവരത് തുറന്നിടുകയാണ്. എന്നാൽ തിരഞ്ഞെടുത്ത രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഇറാന്റെ ശത്രുക്കൾക്ക് വേണ്ടിയല്ല. ഇതിൽ ഇസ്രായേലിന് പുറമെ ഗൾഫ് രാജ്യങ്ങളും ഗൾഫിനോടൊപ്പം. ശരിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് രസകരമാണെന്നാണ്. ഈ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കുറഞ്ഞത് പ്രസിഡന്റ് ട്രംപ് ഇത് തുടങ്ങിയതിനു ശേഷം ഒരുപാട് അവകാശപ്പെട്ടതനുസരിച്ച് അത് ഭരണമാറ്റത്തിൽ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരുടെ ആണവായുധങ്ങൾ തടയുന്നതിലേക്കും ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറന്നു വെക്കുന്നതിലേക്കും മാറിയിരിക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മുഖത്ത് വന്ന് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് അത് എന്തായാലും തുറന്നതായിരുന്നു. ഇന്നത്തെ പരിപാടിയിലേക്ക് നമ്മുടെ മറ്റൊരു അതിഥിയെ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെന്റർ ഫോർ ഡിഫൻസ് കൺസെപ്റ്റ്സ് ആൻഡ് ടെക്നോളജിയുടെ സീനിയർ ഫെലോയും ഡയറക്ടറുമായ ബ്രയാൻ ക്ലാർക്കാണ്. അദ്ദേഹം വാഷിംഗ്ടൺ DC-യിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. സുപ്രഭാതം മിസ്റ്റർ ക്ലാർക്ക്. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. എനിക്ക് നിങ്ങളുടെ അഭിപ്രായവും വിലയിരുത്തലും അറിയണമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഇറാനുമായി ഒരുതരം കരാറുണ്ടെന്ന പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദങ്ങൾ. ഇറാൻ അത് നിഷേധിക്കുന്നത്. അതേസമയം ആയിരക്കണക്കിന് US മരീനുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ. അതിനാൽ പകരം ഒരു കരയുദ്ധം ഉണ്ടാകുമോ എന്നും ഈ യുദ്ധം കൂടുതൽ വഷളാകുമോ എന്നുമുള്ള ഊഹാപോഹങ്ങൾ എന്നിവയെക്കുറിച്ച് അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സംഗ്രഹിക്കാമോ? അതെ, അപ്പോൾ ഇവിടുത്തെ ഭരണകൂടം അവരുടെ സാധ്യതകൾ തുറന്നു വെക്കാൻ ശ്രമിക്കുകയാണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഒരു മൂന്നാം കക്ഷി വഴി, ഒരുപക്ഷെ ഒമാൻ വഴി ഇറാനുമായി ഒരുതരം ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ട്രംപ് ഭരണകൂടം ഇപ്പോഴും സൈന്യത്തെ നിലത്തിറക്കാനും ഹോർമുസ് കടലിടുക്കിനോട് ചേർന്നുള്ള പ്രദേശം പിടിച്ചെടുക്കാൻ ശ്രമിക്കാനുമുള്ള കഴിവ് ആഗ്രഹിക്കുന്നു. അവർ ചർച്ച നടത്തുന്ന ഇറാനികളുടെ തലയ്ക്ക് മുകളിൽ തൂക്കിയിടാൻ ശ്രമിക്കുന്ന ഒന്നായിരിക്കും ആ ഭീഷണി. അതുകൊണ്ട് തങ്ങളുടെ സാധ്യതകൾ തുറന്നു വെക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ പറയുന്നു. വെല്ലുവിളി എന്തെന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം US-നും അതിൻ്റെ സഖ്യകക്ഷികൾക്കും ഹോർമൂസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനത്തെ തുടർന്നും എതിർക്കുന്നത് വളരെ എളുപ്പമാണ്. കൂടാതെ അത് ചെയ്യുന്നത് തുടരാൻ ഇറാനികൾക്ക് വലിയ പ്രയത്നമൊന്നും ചെലവഴിക്കേണ്ടതില്ല. കൂടാതെ ഹോർമസ് കടലിടുക്കിനെ ഭീഷണിപ്പെടുത്താനുള്ള ഇറാനികളുടെ ആ കഴിവില്ലാതാക്കുന്നതിൽ US ആക്രമണങ്ങളും ഇസ്രായേലി ആക്രമണങ്ങളും പരാജയപ്പെട്ടു. അതിനാൽ ഇറാനോട് ചേർന്നോ അല്ലെങ്കിൽ ഇറാനിൽ തന്നെയോ സൈന്യത്തെ നിലത്തിറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഇറാനികൾക്ക് അത്ര വലിയ ഭീഷണിയായിരിക്കില്ല. എന്നാൽ ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നതിന് ട്രംപ് ഭരണകൂടത്തിന് മുന്നിൽ യഥാർത്ഥത്തിൽ അവശേഷിക്കുന്ന ഒരേയൊരു മാർഗം അതാണ്. ശരി, അംബാസഡർ സിവിൽ, അല്പം മുൻപ് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഈ കാര്യം ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാൻ ഒരു സാധ്യതയുള്ള മധ്യസ്ഥനായി ഉയർന്നു വരുന്നുവെന്നോ അല്ലെങ്കിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നുവെന്നോ ഉള്ള റിപ്പോർട്ടുകളെക്കുറിച്ച്. കൂടാതെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ US ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഇസ്ലാമാബാദിൽ വെച്ച് കണ്ടുമുട്ടിയേക്കാം എന്ന് ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. എന്താണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ? ഞാൻ ഉദ്ദേശിച്ചത് ഒരു തരത്തിൽ ഇത് അമ്പരപ്പിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ സ്വന്തം സുരക്ഷയും അയൽപക്കത്തെ ആശങ്കകളും കണക്കിലെടുക്കുമ്പോൾ ഇത് സംഭവിക്കുകയാണെങ്കിൽ എന്താണ് ഇന്ത്യക്ക് അതിന്റെ അർത്ഥമെന്താണ്? ഞാൻ കരുതുന്നു പാകിസ്ഥാൻ പതിവ് പോലെ അമേരിക്കക്കാർക്ക് ഉപകാരപ്രദമാകാൻ കഴിയുമോ എന്ന് നോക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് സൗദി അറേബ്യയുമായി ഈ പ്രതിരോധ ഉടമ്പടിയുണ്ട്. സാഹചര്യം വഷളാകുകയും ഗൾഫ് രാജ്യങ്ങൾ ഇറാനെതിരായ അമേരിക്കൻ ശ്രമത്തിൽ ചേരുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒരു സംഘർഷത്തിൽ ഏർപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇറാൻ അവരെ ആക്രമിക്കുന്നത് തുടരുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ തങ്ങൾ നിർബന്ധിതരായേക്കുമെന്ന് സൗദി അറേബ്യയും UAEയും ഇതിനകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിരോധ ഉടമ്പടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാന്
ഒരു വലിയ പ്രശ്നമായിരിക്കും. അത് ഉപയോഗിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില പങ്കിനെ കുറിച്ച് അവർ നിർദ്ദേശിക്കുന്നു. മറുവശത്ത് നിങ്ങൾ ആ പ്രസ്താവന കണ്ടിട്ടുണ്ടെങ്കിൽ ഇറാൻ പ്രസിഡന്റിന്റേതാണെന്ന് ഞാൻ കരുതുന്നു. അതിൽ അദ്ദേഹം പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവർ സംശയിക്കുന്നത് പോലെ ഇറാനെതിരായ ആക്രമണത്തിനായി തങ്ങളുടെ താവളങ്ങൾ ലഭ്യമാക്കിയാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന്. അതുകൊണ്ട് പാകിസ്ഥാൻ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. ഇത് സാധ്യമായ പ്രശ്നപരിഹാരത്തിനുള്ള വഴികളോ അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങളോ ആയി പ്രചരിക്കുന്ന ചില കാര്യങ്ങൾ. പക്ഷെ ഞാൻ അതിനെ ഗൗരവമായി എടുക്കില്ല. എനിക്കത് സങ്കല്പിക്കാൻ കഴിയില്ല. ഇറാനും അത് ഇറാനിയനോ ഖലീഫയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പാകിസ്ഥാനിലേക്ക് പോയി മിച്ചോഫുമായും കൂടാതെ കുഷ്ണറുമായും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റുമായും ചർച്ച നടത്തുമെന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നത് ഇതൊരു പരീക്ഷണ നീക്കമാണെന്നാണ്. ഇതൊരു പരീക്ഷണ നീക്കമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? അത് രസകരമായിരിക്കുന്നു. മിസ്റ്റർ ക്ലാർക്ക്, പാകിസ്ഥാൻ ഒരു മധ്യസ്ഥനാകാൻ സാധ്യതയുള്ള ഈ പങ്കിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? കൂടാതെ സൈന്യത്തെ വിന്യസിക്കുന്ന വിഷയത്തിലും ഞാൻ ഉദ്ദേശിച്ചത് അതൊരു സമ്പൂർണവും തികഞ്ഞതുമായ ദുരന്തമായിരിക്കില്ലേ? അതിനർത്ഥം US സൈനികർക്കിടയിൽ വലിയ ആൾനാശമുണ്ടാകുമെന്നും രാഷ്ട്രീയപരമായും അത് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും വളരെ ദോഷകരമായി ഭവിക്കുമെന്നല്ലേ? അതെ, ഞാൻ യോജിക്കുന്നു. പാകിസ്ഥാന്റെ പങ്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാകാം. കാരണം ഇവിടെ ഒരു പരിഹാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ അതിന് കഴിഞ്ഞേക്കും. കാരണം നിങ്ങൾക്കറിയാമോ, ഞാൻ പറഞ്ഞതുപോലെ ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിക്കാൻ ഈ ഘട്ടത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് സൈനികപരമായ പരിഹാരങ്ങൾ കുറവാണ്. ഇത് തീർച്ചയായും ഇറാൻ സമ്മതിക്കുന്ന ഒരു ചർച്ചയിലൂടെയുള്ള ഒത്തുതീർപ്പ് ആകേണ്ടി വരും. ആക്രമണങ്ങൾ നിർത്തുക എന്നതിലുപരി ഈ ഘട്ടത്തിൽ US വാഗ്ദാനം ചെയ്യാൻ അധികമൊന്നുമില്ല. കൂടാതെ ഒരു ഉടമ്പടിയിലെത്താൻ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാൻ കഴിഞ്ഞേക്കും. സൈന്യത്തെ നേരിട്ടിറക്കുക എന്ന ആശയം ഒരുപക്ഷെ പ്രായോഗികമായ ഒരു ശ്രമത്തേക്കാൾ ഉപരി ഒരു തന്ത്രമോ അല്ലെങ്കിൽ വിലപേശാനുള്ള ഒരു ഉപാധിയോ ആകാം. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ അത് വലിയ തോതിലുള്ള ആൾനാശത്തിന് സാധ്യത സൃഷ്ടിക്കുന്നു. അവരെങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമല്ല. ഹോർമസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനം യഥാർത്ഥത്തിൽ പുനഃസ്ഥാപിക്കുന്നതിൽ അവർ എത്രത്തോളം വിജയിച്ചേക്കാം. ഇറാനിയൻ തീരത്ത് IRGCക്ക് ആയുധങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നാണ് അവർ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് കരസേനയെ ഉപയോഗിച്ച് അത് തുടച്ചു നീക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതിന് മാസങ്ങളെടുക്കും. ആ സമയത്ത് US നിങ്ങൾക്കറിയാമോ, ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഉണ്ടായിരുന്നത് പോലെയുള്ള ആൾനാശത്തിൻ്റെ അനുബന്ധ അപകട സാധ്യതകളോടുകൂടിയ വളരെ ക്രമരഹിതമായ ഒരു യുദ്ധപ്രചാരണത്തിലേക്ക് മടങ്ങിയെത്തും. കൂടാതെ അതിനാൽ മിസ്റ്റർ ക്ലാർക്ക്, എൻ്റെ അവസാനത്തെ ചോദ്യം കൂടാതെ ഞാനിത് അംബാസഡർ സിവിലിന് തിരികെ നൽകുന്നതിന് മുൻപ് ഇതാണ്: ഈ യുദ്ധം എന്ത് നേടി? എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാവരും തലപുകഞ്ച് ആലോചിക്കുകയാണെന്നാണ്. ഇറാനെ ആക്രമിച്ചതുകൊണ്ട് എന്ത് കാര്യമുണ്ടായി? ലോകത്തെ ഒരു പരിഭ്രാന്തിയിലാക്കുക എന്നതൊഴികെ പ്രസിഡന്റ് ട്രംപ് എന്ത് നേടി? കൂടാതെ ഇതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വളരെ കാലത്തേക്ക് അനുഭവപ്പെട്ടേക്കാം. അതെ, ഇറാനികളുടെ സൈനിക ശക്തിയെയും ശക്തി പ്രകടിപ്പിക്കാനുള്ള കഴിവിനെയും ഇല്ലാതാക്കിയെന്ന നിലയിൽ തങ്ങൾ ലക്ഷ്യം നേടിയെന്ന് ഭരണകൂടം പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം അവർ കുറച്ചു. അവരുടെ നാവികസേനയെ നശിപ്പിച്ചു. കൂടാതെ അവരുടെ വ്യോമസേനയുടെ ഭൂരിഭാഗവും നശിപ്പിച്ചുവെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇറാന് അതിന്റെ അയൽക്കാരെ ഭീഷണിപ്പെടുത്താനുള്ള കഴിവ് അവർ കുറച്ചു. പക്ഷെ അവരത് ഇല്ലാതാക്കിയിട്ടില്ല. നമ്മൾ കണ്ടതുപോലെ ടെലവീവിൽ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി. ഡീഗോ ഗാർഷയിൽ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായി. അതിനാൽ ചെറിയ തോതിലെങ്കിലും ശത്രുക്കളെ ആക്രമിക്കാനുള്ള കഴിവ് ഇറാന് ഇപ്പോഴുമുണ്ട്. പക്ഷേ ആ ഭീഷണി വലിയൊരളവിൽ ഇല്ലാതാക്കി എന്ന് US വാദിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ താരതമ്യേന മിതമായ ആ സൈനിക ലക്ഷ്യം നേടാൻ നൽകേണ്ടി വന്നത് വളരെ വലിയൊരു വിലയാണ്. കൂടാതെ ഈ ഘട്ടത്തിൽ കൂടുതൽ ഒന്നും നേടാനില്ല. കാരണം ഇറാനിൽ നിന്ന് ആണവ വസ്തുക്കൾ കുറയ്ക്കാനോ നീക്കം ചെയ്യാനോ ഒരു വഴിയുണ്ടോ എന്ന് വ്യക്തമല്ല. അവർ തീർച്ചയായും ഭരണകൂടത്തെ മാറ്റിയിട്ടുമില്ല. ശരിയാണ് അംബാസഡർ സിവിൽ. ഈ യുദ്ധം അവസാനിക്കുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഒന്ന് പിന്നോട്ട് മാറി ചിന്തിക്കുകയാണെങ്കിൽ അത് ഒരു തരത്തിൽ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ പോലും വലിയ രീതിയിൽ പുനഃക്രമീകരിച്ചിട്ടില്ലേ? വരും മാസങ്ങളിലും വർഷങ്ങളിലും ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഗൾഫ് രാജ്യങ്ങൾ വളരെ പ്രയാസമേറിയ ഒരു സാഹചര്യത്തിലാണെന്നാണ് ഞാൻ കരുതുന്നത്. അവരിപ്പോൾ കണ്ടു കഴിഞ്ഞു US സൈനിക താവളങ്ങളുടെ സാന്നിധ്യം എന്ന വസ്തുത. വർഷങ്ങളായി അവർ US ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വാസ്തവത്തിൽ അവർ ഇറാനെതിരെ അമേരിക്കൻ സംരക്ഷണവും സുരക്ഷയും തേടിയിട്ടുണ്ട്. പക്ഷേ ഇത് വിജയിച്ചിട്ടില്ല. അതിനാൽ അവർക്ക് അവരുടെ കണക്കുകൂട്ടലുകൾ വീണ്ടും നടത്തേണ്ടി വരും.
ഇപ്പോൾ ഒരു വശത്ത് ഇറാനെ സമഗ്രമായി പരാജയപ്പെടുത്തുകയും നിരായുധീകരിക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും? മുമ്പത്തെ പോലെ അമേരിക്കൻ സുരക്ഷയെ അവർക്കിനി ആശ്രയിക്കാൻ കഴിയില്ല. മറുവശത്ത് ഞങ്ങളുടെ സുരക്ഷ സ്വയം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പോലും അവർക്ക് കഴിയില്ല. കാരണം അവർക്ക് അതിന് കഴിയില്ല. അതിനാൽ അവർ നേരിടുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യത്യസ്തമായ ഒരു പ്രതിസന്ധിയാണ്. കാരണം വാസ്തവത്തിൽ ബാധിക്കപ്പെട്ട രാജ്യം, പ്രമുഖ രാജ്യങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച രാജ്യം ഇന്ത്യയാണ്. കാരണം അവിടെയുള്ള നമ്മുടെ 1 കോടി ജനങ്ങൾ ഏകദേശം 35 മുതൽ 40 ബില്യൺ ഡോളർ വരെയുള്ള പണമയക്കൽ, നമ്മുടെ ഏകദേശം 40%, നമ്മുടെ ഊർജത്തിന്റെ 50% വരുന്നത് അവിടെ നിന്നാണ്. അതെല്ലാം ഇപ്പോൾ ഭീഷണിയിലാണ്. ഇത് തുടരുകയാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നാട്ടിലെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കും. ഗൾഫിലേക്കുള്ള ഇന്ത്യയുടെ സമഗ്രമായ മുന്നേറ്റം, നിക്ഷേപം ആകർഷിക്കൽ, അവരുടെ സ്വന്തം വികസന കാഴ്ചപ്പാടുകൾ പ്രോത്സാഹിപ്പിക്കൽ, ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുമായിരുന്ന അവരുടെ ആ 2030 പദ്ധതികൾ എന്നിവ ഉൾപ്പെടുന്ന ആ മുഴുവൻ മാതൃകയും ഇപ്പോൾ ഭീഷണിയിലാണ്. അതിനാൽ കൂടാതെ ഈ ഐമക് കാര്യവും, ഇപ്പോൾ ഐമക് ബിസിനസ്സും നിങ്ങൾക്കറിയാമോ, എനിക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നായി മാറാൻ പോകുന്നു. അതുകൊണ്ട് നമ്മളൊരു പ്രയാസമേറിയ സാഹചര്യത്തിലാണ്. അവസാനമായി ഞാൻ പറയും, അമേരിക്ക ഇത് ആഗ്രഹിക്കുന്ന രീതിയിൽ വിജയിച്ചില്ലെങ്കിൽ അത് ആഗോള സമവാക്യങ്ങളെ മാറ്റും എന്ന്. അത് അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള സമവാക്യങ്ങളെ മാറ്റും. ക്ഷമിക്കണം, അമേരിക്കയും റഷ്യയും, അമേരിക്കയും ചൈനയും, എണ്ണ വിഭവങ്ങൾ എന്നിവയാൽ വളരെ സമ്പന്നമായ ലോകത്തിന്റെ ഈ ഭാഗവും അമേരിക്കയും തമ്മിലുള്ളത്. പിന്നെ ബ്രിക് എന്ന മുഴുവൻ ആശയവും, ബഹുധ്രുവത എന്ന ആശയം മൊത്തത്തിൽ ശക്തി പ്രാപിക്കുകയും ബ്രിക്സും ശക്തി നേടുകയും ചെയ്യും. കാരണം അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായി തുടരുമെങ്കിലും അവർക്കിനി അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവങ്ങളെ രൂപപ്പെടുത്താനോ മറ്റ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സുരക്ഷ നൽകാനോ കഴിയുന്ന അവസ്ഥയിലല്ലെന്ന് തെളിയിക്കപ്പെടും. കൂടാതെ അമേരിക്കൻ സൈനിക താവളങ്ങൾ വാസ്തവത്തിൽ ബേസ് 2 ആണെന്ന തോന്നൽ വളരും. ചില സാഹചര്യങ്ങളിൽ ഒരു ബാധ്യതയായി മാറാൻ കഴിയും. എനിക്ക് തോന്നുന്നു മുഴുവൻ കണക്കുകളും മാറ്റി എഴുതപ്പെടും. ഉടനെയല്ല, പക്ഷെ കാലക്രമേണ അവ വളരെ കാര്യമായി തന്നെ മാറ്റി എഴുതപ്പെടും. തീർച്ചയായും ഇതൊരു സാധാരണ യുദ്ധമല്ല. നിങ്ങൾക്കറിയാമോ, വളരെ ഗൗരവമേറിയ ഒരു സംഘർഷമാണ്. അതിന് ലോകം മുഴുവൻ പല രീതിയിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. വളരെയധികം നന്ദി അംബാസിഡർ കവൽ സിംഗ്, പിന്നെ മിസ്റ്റർ. ഇന്ത്യയെ സംബന്ധിക്കുന്ന ആ വലിയ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളുമായി ഇന്ന് ഡീകോഡറിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് ബ്രയൻ ക്ലാർക്കിന് നന്ദി. ഇത് അവസാനത്തെ അവസരമാണ്. നന്ദി. നിങ്ങൾക്കാണ് നന്ദി. US ഇറാൻ സംഘർഷത്തെയും ഇന്ത്യയിലുള്ള അതിന്റെ പ്രത്യാഘാതങ്ങളെയും ഞങ്ങൾ നിരീക്ഷിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങൾ തിരിച്ചെത്തും. ദയവായി വീണ്ടും ഞങ്ങളോടൊപ്പം ചേരുക.